രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫേസ് ഭയങ്കര ബ്രൈറ്റ് ആയി, അദ്ദേഹത്തിന്റെ ഹെയറിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു. അപ്പൊ ശരിക്കും കുറെ പേര് അതിൽ കമന്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ട്രാൻസ്ഫോർമേഷൻ നടക്കുമോ? എന്റെ വിവാദങ്ങളിലോട്ട് എന്തായാലും നീ വലിച്ചിറക്കും തോന്നുന്നു. എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടം ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്തിരിക്കാം എന്നുള്ളതാണ്. ആളുകളെല്ലാം കൺഫ്യൂസ്ഡ് ആണ്, എന്തെടുക്കണം, എന്തെടുത്തിട്ട് ഞാൻ വെളുക്കും, ഈ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ് വന്നത്? പോൺസിൽ നിന്ന് ഈ ഗ്ലൂട്ടാത്തയോൺ വരെയുള്ള ട്രാൻസിഷൻ. ഇപ്പൊ നല്ല സ്കിൻ കെയർ തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് വ്യക്തിയും ഭംഗി വെക്കും. കുഴിഞ്ഞ കണ്ണുകൾ ഉണ്ടാവൂലേ? ഇപ്പൊ എന്റെ ഒക്കെ കുഴിഞ്ഞ കണ്ണാണ്. സർജറീസിനോടുള്ള ആക്സെപ്റ്റൻസ് കൂടും, പെർമനന്റ് സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ്. അതായത് അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിലായാലും സർജറിയോടുള്ള ആക്സെപ്റ്റൻസ് കൂടി വരാൻ ഒരേ ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമാ നടിമാരൊക്കെ ഡോക്ടർ വരുൺ നമ്പ്യാരുടെ ക്ലിനിക്കിന് പുറത്ത് നിൽക്കുന്നത്. ഏതാണ് ആ പ്രൊസീജിയർ? നമസ്കാരം, ഡോക്ടർ സ്പീക്കിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സൂര്യ സുജി. പണ്ട് പോൺസിൻ്റെ പൗഡർ ഇട്ട് മുഖം വെളുപ്പിച്ചവരാണ് നമ്മൾ. ലൈഫ് ബോയ് സോപ്പിട്ട് മാത്രം ശരീരം വൃത്തിയാക്കിയവർ. ഇന്ന് വെളുക്കുന്ന പാറുന്ന ക്രീമിൻ്റെ പുറകെയാണ് നമ്മളുടെ തലമുറ. നമ്മൾ ഇഷ്ടപ്പെടുന്ന സിനിമാ നടന്മാർ, നടിമാർ, മറ്റ് സ്പോർട്സ് താരങ്ങൾ, ഇവരുടെയൊക്കെ മുഖങ്ങളെ പോലെ നമ്മുടെ മുഖം ആക്കാനുള്ള കഷ്ടപ്പാടിലാണ്. എത്ര പൈസ വേണമെങ്കിലും ഇതിന് ചിലവാക്കാൻ റെഡിയായിട്ടുള്ള ആളുകളും നമുക്ക് ചുറ്റുമുണ്ട്. ഇന്ന് മുഖസൗന്ദര്യത്തെക്കുറിച്ചും പ്ലാസ്റ്റിക് സർജറിയൊക്കെ കുറിച്ചും കൂടുതലായി സംസാരിക്കാൻ കൂടിയുള്ളത് മാക്സിലോ ഫേഷ്യൽ സർജൻ ഡോക്ടർ വരുൺ നമ്പ്യാരാണ്. നമസ്കാരം. നമസ്കാരം സൂര്യ. അങ്ങനെ എന്താ പറയാ, സൂര്യയുടെ കുസൃതി ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാൻ വേണ്ടി ഞാനിതാ വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ തുടങ്ങാം. ഇപ്പം ഞാൻ പറഞ്ഞതുപോലെ തന്നെ പോൺസ് ഇട്ട് മുഖം വെളുപ്പിച്ചവരാണ് നമ്മൾ. പണ്ട് നമുക്ക് ആകെ അറിയുന്ന സോപ്പ് ലൈഫ് ബോയ്, മെഡിമിക്സ് എവിടെയാണ് അവിടെയാണ് ആരോഗ്യം എന്ന് പറഞ്ഞ ആളുകളാണ്. സന്തൂർ ഇട്ട് കഴിഞ്ഞാൽ, സന്തൂർ സോപ്പ് ഇട്ട് കുളിച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ വെളുക്കുമെന്ന് വിചാരിച്ചവരാണ് നമ്മൾ. ആ ഒരു പീരീഡിൽ നിന്ന് ഇപ്പോൾ കുറച്ച് കാലം മാറിയപ്പോഴത്തേക്ക് ബോട്ടോക്സ് വന്നു, ഫില്ലേഴ്സ് വന്നു, ഇപ്പോൾ സൺസ്ക്രീൻ വന്നു, മോയ്സ്ചറൈസർ വന്നു. ഇപ്പം എനിക്ക് പോലും അറിയാത്ത ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ള ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ക്രീംസ് ഉണ്ട്. അത് നമ്മളൊരു ജെൻസി ആളുകൾക്ക് പോലും മുഴുവനായിട്ട് അറിയാത്ത ക്രീമുകളുണ്ട്. അപ്പോൾ ബോട്ടോക്സ്, ഫില്ലേഴ്സ്, ഇതിൻ്റെയൊക്കെ ഭയങ്കര ഓവർ യൂസേജ് ആണ്. ഗ്ലൂട്ടാത്തയോൺ വന്നു. അപ്പോൾ ആളുകളെല്ലാം കൺഫ്യൂസ്ഡ് ആണ്, എന്തെടുക്കണം, എന്തെടുത്തിട്ട് ഞാൻ വെളുക്കും, എല്ലാവരും എടുക്കുമ്പോൾ ഞാനും എടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ എന്ന് വിചാരിച്ചിട്ട് പൈസ സ്പെൻഡ് ചെയ്യുന്ന ആളുകളുണ്ട്. ഈ ഒരു ട്രാൻസിഷൻ എങ്ങനെയാണ് വന്നത്? പോൺസിൽ നിന്ന് ഈ ഗ്ലൂട്ടാത്തയോൺ വരെയുള്ള ട്രാൻസിഷൻ. ഞാൻ പറയുന്നത് ഇതിൻ്റെ എല്ലാം കാതലായ ഒരു ഘടകം എന്ന് പറയുന്നത് ഈ സെൽഫി യുഗമാണ്, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ യൂസേജ് ആണ് എന്നുള്ളതാണ്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് നമ്മളുടെ ഇടയിലുണ്ട്. ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ്, അത് ഡോക്ടേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ നോർമൽ പബ്ലിക് ആവട്ടെ, അല്ലെങ്കിൽ പെൺകുട്ടികൾ, അങ്ങനെ ഒരുപാട് പേര്, ഈ സെലിബ്രിറ്റീസ്. അപ്പോൾ ഇവരൊക്കെ അവരുടെ ബ്യൂട്ടി സീക്രറ്റ്സ് വെളിപ്പെടുത്താൻ തുടങ്ങി. അപ്പോൾ നമ്മളെല്ലാവരും അത് ഫോളോ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. സോ ഇതൊരു നല്ല ട്രെൻഡാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കണക്കിന് ഒരു നല്ല ട്രെൻഡാണ്. കാരണം മുമ്പ് നമ്മൾ മലയാളികളുടെ ഏറ്റവും വലിയ സൗന്ദര്യം, അല്ലെങ്കിൽ എന്ത് അസുഖത്തിനും അല്ലെങ്കിൽ എന്ത് സൗന്ദര്യത്തിനും നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണ ഇടുക എന്നുള്ളതാണ്. അതായത് മുഖം ഡ്രൈ ആണോ വെളിച്ചെണ്ണ ഇടുക, സൗന്ദര്യം വേണോ വെളിച്ചെണ്ണ ഇടുക. അപ്പോൾ വെളിച്ചെണ്ണ മാത്രമായിരുന്നു നമ്മളുടെ ഒരു ആർഭാടം എന്നുള്ളത്. അതിൽ നിന്ന് നമ്മൾ ഒരുപാട് മാറി. പക്ഷേ നമ്മൾ ഒരു തരത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മലയാളികളെല്ലാം വളരെ വളരെ സുന്ദരന്മാരും സുന്ദരികളും ആയി എന്നുള്ളതാണ്. സോ ദിസ് ഇസ് ഇൻ എ വേ ഒരു ഗുഡ് ട്രെൻഡ് തന്നെയാണ്. അത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കി തുടങ്ങി എന്നുള്ളത്. പക്ഷേ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ആർഭാടമായി മാറുന്നുമുണ്ട്. എനിക്ക് അതിൽ ആർഭാടം എന്ന് പറയാൻ തോന്നുന്നത് ഈ ബോട്ടോക്സ് ആൻഡ് ഫില്ലേഴ്സിന്റെ അമിതമായ യൂസേജ് ആണ്. ബോട്ടോക്സിന് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. പക്ഷെ ഫില്ലേഴ്സിന്റെ ഈ ഒരു അമിത പ്രസരണം എനിക്ക് അത്ര വലിയ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. പക്ഷെ ഇതൊക്കെ ചെയ്തു കൊടുക്കുന്ന ഡോക്ടറാണ് താങ്കൾ, എന്തുകൊണ്ട് ഇതിന് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതല്ല. ബീയിങ് എ ഡോക്ടർ നമ്മൾ എപ്പോഴും ജെന്യൂൻ ആയിട്ട് ഒരു ഉത്തരം പറയണം എന്നുള്ളതാണ്. സോ ഞാൻ വളരെ ജെന്യൂൻ ആയിട്ടുള്ള കാര്യം ഉള്ളതുപോലെ പറയുന്ന ഒരു വ്യക്തിയാണ്. അതെൻ്റെ ഒരു ബ്രാൻഡ് ലേബലാണ്. സോ ബോട്ടോക്സ് എന്ന് പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമ്മൾക്കിപ്പോൾ ഒരു ചുളിവിനെ പൂർണ്ണമായി ഒഴിവാക്കണം, അല്ലെങ്കിൽ പൂർണ്ണമായി മതലബ് കുറച്ച് കാലത്തേക്ക് ഒഴിവാക്കണം എന്നുള്ളതാണെങ്കിൽ ബോട്ടോക്സ് ഒരു അത്ഭുതകരമായ ഡ്രഗ് ആണ്. അതിന് അതിൻ്റെതായ ഗുണങ്ങളുണ്ട്. ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ ബോട്ടോക്സിന് എന്നുള്ളതാണ്.
പക്ഷെ ഫില്ലേഴ്സിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫില്ലേഴ്സ് ഒരു വ്യക്തിയുടെ മുഖത്തിൽ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും വിശ്വസിക്കുന്നു ഫില്ലേഴ്സ് പൂർണ്ണമായി അലിഞ്ഞു പോകും എന്നുള്ളതാണ് അതെ ഓവർ എ പീരീഡ്. പക്ഷേ ഏറ്റവും ലേറ്റസ്റ്റ് റിസർച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഫില്ലേഴ്സ് ഒക്കെ ബോഡിയിൽ തന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഒന്ന്. രണ്ടാമത് ഒരുപാട് പേര് സ്ത്രീകളെ എടുക്കുകയാണെങ്കിൽ എല്ലാവരും ഇപ്പോൾ ഐഡന്റിക്കൽ ഫേസ് ആയി മാറി എന്നുള്ളതാണ്. എല്ലാവർക്കും ഒരേ രീതിയിലുള്ള മുഖമായി നമ്മള് മാറുന്നു. സിനിമാ നടിമാരെ നോക്കി കഴിഞ്ഞാൽ സമാന്താനെ പോലെ നമ്മുടെ മലയാളത്തിൽ സംയുക്ത മേനോനുണ്ട്. ഒരുപിടി പേര് അത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് സൂര്യ ശ്രദ്ധിക്കുകയാണെങ്കിൽ പീപ്പിൾ ഈ പറയുന്നവരൊക്കെ മെല്ലെ 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 ഫില്ലേഴ്സിൽ നിന്ന് പിന്നോട്ട് പോവാണ്. അതാണ് ഇനി അടുത്ത നമ്മൾ കാണാൻ പോകുന്ന ഏറ്റവും വലിയ ട്രെൻഡ്. കാരണം എനിക്ക് വിഷമമുണ്ട്, ചില ഡോക്ടർമാർ എന്താണെന്ന് വെച്ചാൽ എന്ത് അസുഖത്തിനും ഉള്ള ഒരു മരുന്നായി മാറിയത് ഫില്ലേഴ്സ് ആൻഡ് ബോട്ടോക്സ്. എന്ത് അസുഖം എന്ന് പറഞ്ഞാൽ മുഖ സൗന്ദര്യത്തിന് എന്ത് ചികിത്സ. എനിക്ക് പ്രായം കുറഞ്ഞു അപ്പോൾ ബോട്ടോക്സ് ആൻഡ് ഫില്ലേഴ്സ്, എനിക്ക് ചുളിവുണ്ട് അപ്പോൾ ബോട്ടോക്സ് ആൻഡ് ഫില്ലേഴ്സ്, എനിക്ക് താടി നീട്ടണം ബോട്ടോക്സ് ആൻഡ് ഫില്ലേഴ്സ്. അപ്പോൾ എല്ലാത്തിനും ബോട്ടോക്സ് അല്ലെങ്കിൽ ഫില്ലേഴ്സ്, ബോട്ടോക്സ് അല്ലെങ്കിൽ ഫില്ലേഴ്സ്. അപ്പോൾ പക്ഷേ അതൊരു മോശമായ ഒരു ട്രെൻഡാണ്. അത് എനിക്ക് തോന്നുന്നു അടുത്ത ഒരു 1-2 വർഷം കൊണ്ട് ഒരു നല്ലൊരു മെജോറിറ്റി ജനങ്ങളും ഈ ഫില്ലേഴ്സിൽ നിന്ന് പിന്നോട്ട് വലിയാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അത് ഞാൻ കാണുന്നുണ്ട്. കാരണം ഇപ്പോൾ നമ്മളുടെയൊക്കെ കാണാൻ വരുന്ന വ്യക്തികളൊക്കെ മെല്ലെ 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 ഫില്ലേഴ്സിൽ നിന്ന് വേണ്ട എന്ന് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അതൊരു ട്രെൻഡാണ് വരുന്നത്. ഇപ്പോൾ ഫില്ലേഴ്സിൽ നിന്ന് ആളുകൾ മാറി ചിന്തിക്കാൻ തുടങ്ങി എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട്സ് കുക്കിംഗ് ഇൻ 2026 അല്ലെങ്കിൽ 2027 എന്തായിരിക്കും ട്രെൻഡ് എന്നാണ് ഇപ്പോൾ ഡോക്ടർ വരുൺ നമ്പ്യാർ പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നത്? 2026 to 2027 വരാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാപകമായിട്ട് സർജറീസിനോടുള്ള ആക്സെപ്റ്റൻസ് കൂടും. ഓക്കെ, പെർമനന്റ് സൊല്യൂഷൻ എന്നുള്ള രീതിയിലാവും. അതായത് വർത്ത് ഓഫ് ഇൻവെസ്റ്റിംഗ് എന്ന് പറയും. അതായത് നമ്മളൊരു ഫില്ലേഴ്സ് ചെയ്യണമെങ്കിൽ തന്നെയും എങ്ങനെ പോയാലും ഒരു വ്യക്തിക്ക് ഒരു മിനിമം ഒരു 25,000 മുതൽ 50,000 രൂപ ചെലവ് വരും. അതായത് ഒരു ചെറിയൊരു ഏരിയ ഫില്ല് ചെയ്യണമെങ്കിൽ. റാദർ അത് ചെയ്തിട്ട് ഈ 8 മാസം അല്ലെങ്കിൽ 1 വർഷം നിൽക്കുന്നതിനെയും കാട്ടി നല്ലത് നമുക്കൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനിലോട്ട് പോയി കൂടെ എന്ന് ജനങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. സോ ജനങ്ങൾക്ക് സർജറിയോടുള്ള ഭയം മെല്ലെ മെല്ലെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒന്ന്. രണ്ടാമത് സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഓൾമോസ്റ്റ് ലൈക്ക് 10-15 കൊല്ലത്തേക്കുള്ള നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളതും അവർ മനസ്സിലാക്കി തുടങ്ങി. സോ ഗ്രാജുവലി വെസ്റ്റേൺ കൺട്രീസിലുള്ള പോലെ തന്നെ ഇന്ത്യയിലും അല്ലെങ്കിൽ നമ്മുടെ കൊച്ചു കേരളത്തിലായാലും സർജറിയോടുള്ള ആക്സെപ്റ്റൻസ് കൂടി വരാൻ തുടങ്ങി. അത് പ്ലാസ്റ്റിക് സർജൻസിനോട് ചോദിച്ചോട്ടെ, അവർ പറയും അവരുടെ ഫുൾ ബോഡി ശരീരത്തിലുള്ള എല്ലാ സർജറീസ് ഇപ്പോൾ ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഒരു മുഖത്തിന്റെ സർജൻ എന്നുള്ള നിലയിൽ എന്നോട് ചോദിച്ചു, മുഖ സർജറികൾ നമ്മളുടെ നമ്പേഴ്സ് അത്രയും കൂടാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ജനങ്ങൾ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. സോ സർജറി ഈസ് നോട്ട് ഗോയിങ് ടു ബി ദ നെക്സ്റ്റ് ബിഗ് തിങ് ഇൻ 2026-27. ഇപ്പോൾ പണ്ട് നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ സിനിമാ നടന്മാർ മാത്രമാണ് ഈ സർജറീസ് അല്ലെങ്കിൽ ഫില്ലേഴ്സ് ബോട്ടോക്സ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. കാരണം നമ്മൾ വിചാരിക്കുന്നത് അവരുടെ കയ്യിൽ മാത്രമാണ് പൈസ ഉള്ളത്, പിന്നെ അവർ സ്ക്രീനിൽ അഭിനയിക്കേണ്ടവരാണല്ലോ, അപ്പോൾ അവരുടെ സൗന്ദര്യം എപ്പോഴും അങ്ങനെ നിലനിർത്തിക്കൊണ്ടിരിക്കണം. പക്ഷേ ഇപ്പോൾ സിനിമാ നടന്മാരെക്കാൾ കൂടുതൽ അല്ലെ ആ ഒരു മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ആളുകളെക്കാൾ കൂടുതൽ സാധാരണക്കാരാണ് ഈ ഫില്ലേഴ്സ് ബോട്ടോക്സ് ഒക്കെ ഉപയോഗിച്ച് തുടങ്ങുന്നത്. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു അവർക്ക് ആ പേടി മാറി, സർജറിയോടുള്ള അക്സെപ്റ്റൻസ് കൂടി എന്ന് പറഞ്ഞു. ആ ഒരു പേടി മാറാൻ എന്തായിരിക്കും കാരണം? ഒരു സോഷ്യൽ മീഡിയ യുഗം കൊണ്ട് തന്നെയാണ്. സോഷ്യൽ മീഡിയ തന്നെയാണ് ഏറ്റവും വലിയ ഘടകം. പിന്നെ നമ്മൾക്ക് എന്ത് ഇൻഫോർമേഷൻസും കിട്ടാൻ ഇപ്പോൾ നമ്മളുടെ മൊബൈലിലുണ്ട്, എല്ലാ ഇൻഫോർമേഷൻസും. ഇപ്പം എന്താന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സർജറിയെ അല്ല, ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ യങ് ജനറേഷനിൽ ഞാൻ കാണുന്ന ഒരു ട്രെൻഡ് ഞാൻ പറയാം. എനിക്കത് വളരെ ചില സമയത്ത് ഭയങ്കര തമാശയായിട്ട് തോന്നും, ചില സമയം എനിക്കത് ഭയങ്കര അലാമിംഗ് ആയിട്ടും തോന്നും. അതായത് ഇപ്പോഴത്തെ യങ് ജനറേഷൻ പിള്ളേർ എന്താ ചെയ്യാന്ന് വെച്ചാൽ അവരുടെ മുഖം AI-ക്ക് കൊടുക്കും. സൂര്യ കേട്ടത് ഭയങ്കര രസകരമായ കാര്യമാണ്. അവരുടെ മുഖം AI-ക്ക് കൊടുക്കും. എന്നിട്ട് AI-നോട് ചോദിക്കും, AI ഒന്ന് പറ എന്റെ മുഖത്ത് എന്തൊക്കെ സർജറി വേണം എന്നുള്ളത്. അപ്പൊ AI പറയും താടി നീട്ടണം, കവിള് ഒട്ടണം, ബക്കൽ ഫാറ്റ് റിമൂവ് ചെയ്യണം, മൂക്ക് റൈനോപ്ലാസ്റ്റി ചെയ്യണം, ലാറ്ററൽ കാന്തൽ ലിഫ്റ്റ്, ഞാനൊക്കെ കേൾക്കാത്ത പല കാര്യങ്ങളും AI അവരോട് പറയും. എന്നിട്ട് ഈ കുട്ടികൾ എന്ത് ചെയ്യും, നമ്മളടുത്ത് വരും, ഡോക്ടറെ എനിക്ക് ഈ സർജറി വേണം, ഈ സർജറി വേണം, ഈ സർജറി വേണം എന്നുള്ളത്. സോ ഇതായി മാറി ലോകം. അതായത് AI-നോട് ചോദിച്ചിട്ട് AI പറയുന്നു ഈ സർജറീസ് ഒക്കെയാണ് നിന്റെ മുഖത്തിന് ഒരു ഐഡിയൽ ഫേസ് ആക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരുന്ന യങ് ജനറേഷൻ ഉണ്ട്. പക്ഷെ അതൊരു നല്ല ട്രെൻഡ് അല്ല. ഞാൻ അങ്ങനെ ഭയങ്കരമായിട്ട് അവരെ പ്രൊമോട്ട് ചെയ്യാറില്ല. ബിക്കോസ് ജെന്യൂൻ ആയിട്ട് അവർക്ക് ഒരു സർജറി വേണമെന്നുണ്ടെങ്കിലേ നമ്മൾ പറയാറുള്ളൂ. പിന്നെ ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫോർമേഷൻസ്. എൻ്റെ മുഖം വളരെയധികം പ്രായമായി, ഞാൻ എന്തൊക്കെ സർജറി ചെയ്യണമെന്ന് നമ്മൾ മൊബൈലിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഇൻഫോർമേഷൻസും കിട്ടുന്നുണ്ട്. അപ്പം നമ്മൾക്ക് അതിൻ്റെതായ നോളജ് കിട്ടുന്നുണ്ട്.
ചെയ്യുന്നുണ്ട്. അതിന്റെ വരും വരായികളെ കുറിച്ച് നമുക്കറിയാം. അതിന്റെ ഗുണങ്ങൾ ദോഷങ്ങൾ എല്ലാം സ്റ്റഡി ചെയ്തിട്ടാണ് ഇവർ വരുന്നത്. അല്ലാതെ ഒരു ഡോക്ടർ എലോൺ, അതായത് ഡോക്ടറാണ് ദൈവം, ഞാൻ പറയുന്നത് മാത്രം കേൾക്കുന്ന ഒരു കാലഘട്ടം മാറി. ഇപ്പം എൻ്റെ അടുത്തൊരു ഡോക്ടർ പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സർജറിയുടെ പേര് എഴുതി കൊടുത്തിട്ട് ഇതിനെക്കുറിച്ച് എല്ലാം പഠിച്ചിട്ട് വരണമെന്നേ പറയുന്നുള്ളൂ. കാരണം അത്രയും നമുക്ക് ടെൻഷൻ ഇല്ല. വരും വരായികൾ എല്ലാം പഠിച്ചിട്ടാണ് അവർ വരുന്നത്. സോ ഇറ്റ്സ് വെരി ഗുഡ്. സോ താങ്ക്സ് ടു സോഷ്യൽ മീഡിയ, താങ്ക്സ് ടു ഗൂഗിൾ, താങ്ക്സ് ടു AI, ഇവർക്കൊക്കെ ഞാൻ നന്ദി പറയുന്നു. അതാണ്. ഡോക്ടർ വരുൺ നമ്പ്യാറിൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു ദൈവം ഒരു വരം തരികയാണ്, ഏതെങ്കിലും ഒരു പ്രൊസീജിയർ മാത്രം എല്ലാ പേഷ്യൻസിനും ചെയ്യുക, ആളുകളുടെ മുഖസൗന്ദര്യം കൂട്ടാൻ വേണ്ടിയിട്ട് ഡോക്ടർ ചൂസ് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എന്തായിരിക്കും? അതൊരു ഭയങ്കര രസകരമായ ചോദ്യമാണ്. അതായത് ഒരു വ്യക്തിക്ക് അനുവദിച്ചിരിക്കുന്ന ഒരു സർജറി ആണെന്ന് കൂട്ടിക്കോ. എനിക്ക് വേറെ ഒരു സർജറിയും വേണ്ട, ദൈവമേ എനിക്ക് ഒരു സർജറി മാത്രമേ ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്നുള്ളതാണെങ്കിൽ ഞാൻ എല്ലാവരോടും പറയും. ഒരു പ്രായം കഴിഞ്ഞവരോടാണ് ഞാൻ പറയുന്നത്, 40 കഴിഞ്ഞവരോടൊക്കെ പറയുന്നത്, ഒരു സർജറിയാണ് നിങ്ങൾക്ക് അനുവദിച്ചിരിക്കുന്നത്, അത് കണ്ണിന്റെ സർജറിയാണ്, ബ്ലെഫറോപ്ലാസ്റ്റി. കാരണം നമ്മൾ ആരെടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് 35 കഴിഞ്ഞ് 40 കഴിഞ്ഞ് അങ്ങോട്ട് തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളുടെ കണ്ണിന്റെ സൗന്ദര്യം അങ്ങോട്ട് പോകും. ഇവിടെ ചുളിവ് വരും, കണ്ണിന്റെ അടിയിൽ ഐ ബാഗ്സ് വരും, കണ്ണിന് റിങ്കിൾസ് വരും, ഈ മുകളിലുള്ള പുരികം താഴോട്ടേക്ക് വരാൻ തുടങ്ങും. അപ്പം ബാക്കിയൊക്കെ നല്ലതായിരിക്കും. ഇപ്പൊ നല്ല ലൈഫ് സ്റ്റൈലാണ്, നല്ല ജിമ്മിൽ പോകുന്നുണ്ട്, എല്ലാം വർക്കൗട്ട് ചെയ്യുന്നുണ്ട്, മുഖമൊക്കെ നല്ല അടിപൊളിയായിരിക്കും. പക്ഷെ കണ്ണ് കയ്യിൽ നിന്ന് പോകും. കണ്ണ് പ്രായം ഇനി നിങ്ങൾ ഇന്ന് ദൈവം തമ്പുരാൻ വിചാരിച്ചാലും കണ്ണിന്റെ പ്രായം കുറയ്ക്കാൻ പറ്റില്ല. സോ ഒരു വ്യക്തിക്ക് അനുവദിച്ചിരിക്കുന്ന ഒരു സർജറി ആണ് എന്നുള്ളതാണെങ്കിൽ ഞാൻ ആവശ്യപ്പെടും എല്ലാവരും ബ്ലെഫറോപ്ലാസ്റ്റി ചെയ്യണം എന്നുള്ളതാണ്. ബാക്കിയൊക്കെ നമുക്ക് ആർഭാടമാണ്, പക്ഷെ ബ്ലെഫറോപ്ലാസ്റ്റി ഈസ് എ നെസസിറ്റി. രണ്ടാമത് അതേപോലത്തെ ഒരു സർജറി ചോദിക്കുകയാണെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ മുടി ഉണ്ടെങ്കിൽ ഹെയർ ട്രാൻസ്പ്ലാന്റും ഒരു വളരെ ആവശ്യമായ ഒരു സർജറി. അതും ഒരിക്കലും ഒരു ആർഭാടമല്ല, അതൊരു നെസസിറ്റിയാണ് ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രായമാകുമ്പോൾ നമുക്ക് പ്രായമായി തോന്നിക്കുന്ന ശരീരത്തിലെ ഒരു അവയവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണ് തന്നെയാണ്. ഇപ്പോൾ കണ്ണിന്റെ അടിയിൽ വളരെയധികമുള്ള കുഴിഞ്ഞ കണ്ണുകൾ ഉണ്ടാവില്ലേ? ഇപ്പൊ എൻ്റെ ഒക്കെ കുഴിഞ്ഞ കണ്ണാണ്, എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് വീഡിയോസ് കണ്ടപ്പോൾ അതിൽ പറയുന്നുണ്ട് നമ്മുടെ ഈ കണ്ണിന്റെ കുഴിവ് മാറ്റാൻ വേണ്ടി നമ്മുടെ ശരീരത്തിൽ തന്നെ കുറച്ച് ഫാറ്റ് എടുത്തിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറ്റും. എനിക്കറിയില്ല അത് എത്രത്തോളം ശരിയാണെന്ന്. അയ്യോ, അത് വളരെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ്. അതായത് അണ്ടർ ഐ ഹോളോനെസ് എന്ന് പറയും. അതായത് കണ്ണിന് കുഴി ഉണ്ടാവും ചിലവർക്ക്. എന്ത് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാലും കണ്ണ് വളരെ കുഴിഞ്ഞിരിക്കും, കാഴ്ചക്ക് എന്തോ ഒരു ക്ഷീണമാണ്. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എത്ര ഭംഗിയായിട്ട് ഡ്രസ്സ് ചെയ്താലും കാണുമ്പോൾ ഒരു ക്ഷീണമുള്ള മുഖമായിരിക്കും. ഇവർക്ക് 2 ഓപ്ഷൻസ് ആണ് ഉള്ളത്. ഐദർ ഒരു ഫില്ലേഴ്സ് അടിക്കുക, ഡെർമൽ ഫില്ലേഴ്സ്. രണ്ടാമത് ഡെർമൽ ഫില്ലേഴ്സ് എന്ന് പറഞ്ഞ ഒരു സിന്തറ്റിക് മെറ്റീരിയൽ ആണ്, വെളിയിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ അടിക്കുന്ന ഒരു മെറ്റീരിയൽ ആണ്. രണ്ടാമത്തെ ഒരു ഓപ്ഷൻ ആണ് സൂര്യ ഈ പറഞ്ഞത്, അതായത് വയറിൽ നിന്ന് ഇത്തിരി നമ്മൾ കൊഴുപ്പിനെ പ്രോസസ് ചെയ്യുന്നു, ഫാറ്റ് എടുക്കുന്നു വയറിൽ നിന്ന്. വയർ അത്യാവശ്യം, അതായത് വയറിൽ നിന്ന്, പൊക്കിൾ ഭാഗത്ത് നിന്ന്, 2 സൈഡിൽ നിന്ന്, അവിടെ നമുക്ക് ഇത്തിരി ക്വാണ്ടിറ്റിയെ വേണ്ടു. അത് നമ്മളൊരു ചെറിയ ലോക്കൽ അനസ്തീഷ്യ, അതിന് ബോധം കെടുത്തൊന്നും വേണ്ട, ലോക്കൽ അനസ്തീഷ്യയുടെ സഹായത്തോടെ നമ്മൾ ഇത്തിരി ഫാറ്റിനെ പ്രോസസ് ചെയ്യുന്നു. ഈ ഫാറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു മെഷീനിൽ ഇട്ടിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, നാനോ ഫാറ്റ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാക്കുന്നു. ഈ നാനോ ഫാറ്റ് എന്ന് പറയുന്നത് ഒരു കണക്കിന് ലിക്വിഡ് ഗോൾഡ് ആണ്. അത് സത്യത്തിൽ ഒരു ഗോൾഡ് പോലെയാണ്. ഈ നാനോ ഫാറ്റിന് നമ്മൾ എന്ത് ചെയ്യും, കണ്ണിന്റെ കീഴ്ഭാഗത്ത് ഇഞ്ചെക്ട് ചെയ്യുന്നു എന്നുള്ളത്. അപ്പൊ കണ്ണിന് ഒരു അത്യാവശ്യം വോളിയം വരുന്നു. സോ അത് ഫില്ലേഴ്സ് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ എന്തുകൊണ്ടും ഒരു 10 മടങ്ങ് നല്ലതാണ്. ഡെർമൽ ഫില്ലേഴ്സിനെ കാട്ടി എത്രയോ നല്ലതാണ് ഈ പറയുന്ന ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത്. സോ അതും ആൾക്കാർ വളരെയധികം ഇപ്പോൾ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് നമുക്ക് ഫുൾ ഫേസും ചെയ്യാം. മുഖത്തിന് വണ്ണം വെക്കണം, അല്ലെങ്കിൽ മുഖത്തിന്റെ ഷേപ്പ് വ്യത്യാസമുണ്ട്, പ്രായം കുറയ്ക്കണം, മുഖം നല്ല ഭംഗി വരണം എന്നുള്ളതാണെങ്കിൽ ഇതേ ഫാറ്റ് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി എടുത്തിട്ട് നമുക്ക് മുഖത്തും നമുക്ക് ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് ചെയ്യാം. ഫേഷ്യൽ ഫാറ്റ് ഗ്രാഫ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ വണ്ടർഫുൾ ട്രീറ്റ്മെന്റ്. ഈ കണ്ണിന്റെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ 2 ട്രീറ്റ്മെന്റ്സ് ഉണ്ടല്ലോ, അതിന് എന്തോരം കോസ്റ്റ് ആവും? ബ്ലെഫറോപ്ലാസ്റ്റി എന്ന് പറയുന്നതും, ബ്ലെഫറോപ്ലാസ്റ്റി എന്ന് പറയുന്നത് 1 മണിക്കൂർ, അതായത് ഇപ്പം അത് രണ്ടാണ്. അത് കണ്ണിന്റെ കീഴ്ഭാഗത്ത് ഒരു പ്രൊസീജിയർ, കണ്ണിന്റെ മുകൾ ഭാഗത്ത് ഒരു പ്രൊസീജിയർ. അപ്പം ഇപ്പം അതിനെ അപ്പർ ഐലിഡ് ബ്ലെഫറോപ്ലാസ്റ്റി, ലോവർ ഐലിഡ് ബ്ലെഫറോപ്ലാസ്റ്റി. അതിനൊരു ആവറേജ് കോസ്റ്റ് വരുന്നത് ഇപ്പൊ ഒരു സൈഡ് കീഴ്ഭാഗം മാത്രം ചെയ്യുകയാണെങ്കിൽ ഒരു 75,000 മുതൽ ഒരു 1.25 ലക്ഷം, 2 കണ്ണും കൂടിയിട്ട് 75,000 മുതൽ 1.25 ലക്ഷം വരെ, അല്ലെങ്കിൽ 1.5 ലക്ഷം വരെ. അത് ഒരു ഹോസ്പിറ്റൽസിന്റെ ഇതുപോലെ ഇരിക്കും ഒരു കോസ്റ്റ് വരും. മുകളിൽ ചെയ്യണമെങ്കിൽ അതേപോലെ തന്നെയാണ്. ഒരു ആവറേജ് ഒരു 75,000 രൂപയൊക്കെ മിനിമം കോസ്റ്റ് എന്തായാലും വരും സർജറി. ഈ കണ്ണ് വളരെ ചെറിയ കണ്ണുള്ള ആളുകൾക്ക് വലിയ കണ്ണാക്കി മാറ്റാൻ എന്തെങ്കിലും പോസിബിൾ അല്ല. ഈ നമ്മുടെ ഐബ്രോസ് ഒക്കെ കുറച്ച് ലിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതങ്ങനെയല്ല. അത് കണ്ണിന്റെ സൈസ് കൂട്ടുന്നതല്ല. നമ്മൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഒരു പ്രായമാവുമ്പോഴത്തേക്ക് മെയിൻ ആയിട്ട് സംഭവിക്കുന്ന 2 കാര്യങ്ങളാണ്. കണ്ണിന്റെ കീഴ്ഭാഗത്ത് ഭയങ്കരമായിട്ട് ചുളിവ് വരുന്നു. രണ്ടാമത് ഈ കണ്ണിന്റെ പുരികം, ഈ 2 കോർണേഴ്സും താഴോട്ടേക്ക് ചെരിഞ്ഞു വരുന്നു എന്നുള്ളതാണ്, കീഴോട്ട് വരുന്നു. ആ ഒരു കീഴോട്ട് വരുമ്പോഴെന്താ വെച്ചാൽ കണ്ണിന്റെ സൈസ് ചെറുങ്ങനെ കുറയാൻ തുടങ്ങും.
അപ്പം നമ്മളുടെ കണ്ണിന് ആ ഒരു ടയേർഡ് ലുക്ക് ആയിരിക്കും. പ്രത്യേകിച്ച് സ്ത്രീകളിൽ, പുരുഷന്മാരിൽ അത്രത്തോളം നമ്മൾ ബ്രോ ലിഫ്റ്റിംഗ് ഒരു 60 കഴിഞ്ഞാൽ അല്ലെങ്കിൽ 50 55 കഴിഞ്ഞാലേ ചെയ്യാവുള്ളൂ. ഓക്കെ. സ്ത്രീകൾക്കൊക്കെ നമുക്ക് കുറച്ചും കൂടി നേരത്തെ ചെയ്യാം. കാരണം സ്ത്രീകളുടെ കണ്ണ് കുറച്ചും കൂടി എക്സ്പ്രസീവ് ആയിരിക്കണം, കുറച്ചും കൂടി ഷാർപ്പ് ആയിരിക്കണം, അട്രാക്റ്റീവ് ആണ് സ്ത്രീകളുടെ കണ്ണുകൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലവർ സർജറിയാണ് ചെയ്യുന്നത്. ഇപ്പം ഞാനൊക്കെ കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എൻഡോസ്കോപ്പിക് ബ്രോ ലിഫ്റ്റിംഗ് എന്ന് പറയുന്ന സാധനമുണ്ട്. ഒരു സർജറി പോലും ഇല്ല, അല്ല ഒരു ചെറിയൊരു നിക്കിടും, ഞാൻ അതിലേക്കൂടെ എന്ത് ചെയ്യുന്നു, ഈ പുരികത്തിനെ ലാറ്ററൽ ബ്രോനെ അങ്ങോട്ട് ലിഫ്റ്റ് ചെയ്യുന്നു. അപ്പൊ നമ്മളുടെ പുരികം എന്ത് ചെയ്യുന്നു, ആ താഴോട്ട് പോയ പുരികം നേരെ വരുന്നു. അപ്പൊ കണ്ണ് ഭയങ്കര ഷാർപ്പാവും. ഇതൊരു അരമണിക്കൂർ നേരത്തെ പ്രൊസീജിയറാണ്. ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര അത്ഭുതകരമായ മാറ്റമാണ്. വളരെ സിമ്പിൾ ആണ്, സംഭവം സിമ്പിൾ ആണെന്നൊക്കെ പറയാം. സോ ദാറ്റ് ഈസ് ലാറ്ററൽ ബ്രോ ലിഫ്റ്റിംഗ്. ഒരാളുടെ കണ്ണിനെ ഈ ഇതിന് ലിഫ്റ്റ് ചെയ്യുന്നത്. പക്ഷെ കണ്ണ് ആസ് സച്ച് കണ്ണിന്റെ വലുപ്പം കൂട്ടാനാവില്ല. ഓക്കെ. ഞാൻ വേറൊരു കാര്യം കേട്ടു, ഡോക്ടർ വരുൺ നമ്പ്യാറിന്റെ ക്ലിനിക്കിന് ചുറ്റും ഇപ്പോൾ സിനിമാ നടിമാരുടെ ക്യൂ ആണെന്ന്. അതും ഒരേ ഒരു പ്രൊസീജിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സിനിമാ നടിമാരൊക്കെ ഡോക്ടർ വരുൺ നമ്പ്യാറിന്റെ ക്ലിനിക്കിന് പുറത്ത് നിൽക്കുന്നത്. ഏതാണ് ആ പ്രൊസീജിയർ? നമുക്ക് പെൺകുട്ടിക്ക് അറിയണം. അതൊരു ഭയങ്കര കൊഴുപ്പിക്കുന്ന ചോദ്യമാണ്. അല്ല, ഇത് ഞാൻ റൂമേഴ്സ് കേട്ടു, ഇത് റൂമേഴ്സ് അല്ല എന്ന് പിന്നീട് ഞാൻ അറിഞ്ഞു. ഇപ്പം ഞാനൊരു കുറച്ചൊക്കെ ഞാൻ പറയാം, എനിക്ക് അത്ര ഭയങ്കരമൊന്നല്ലെങ്കിൽ ഒരുപാട് ഫിലിം ആക്ടേഴ്സ് ആൻഡ് ആക്ട്രസസ് ഇപ്പോൾ വരുന്നുണ്ട്. ഓക്കെ, ഇതിൽ മെയിൻ ആയിട്ട് ഫീമെയിൽ ആക്ട്രസ് വരുന്നത് കൂടുതലും റൈനോപ്ലാസ്റ്റി എന്ന പ്രൊസീജിയർ ചെയ്യാനാണ് കൂടുതൽ മൂക്കിന്റെ സൗന്ദര്യ സർജറി. അത് മൂക്കിന്റെ സൗന്ദര്യ സർജറി എന്ന് പറഞ്ഞാൽ ഈ സിനിമാ മേഖലയിലുള്ള സ്ത്രീകളൊക്കെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് ഉള്ളതാണ്, മോശമൊന്നല്ല അവര്. പക്ഷെ അവരുടെ മൂക്ക് കുറച്ചും കൂടി ഹൈലൈറ്റഡ് ആവണം. ഇപ്പൊ അവരൊക്കെ കോണ്ടൂറിംഗ് ഒക്കെ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നവരുണ്ടാവും. പക്ഷേ ഈ കോണ്ടൂറിംഗ് എഫക്റ്റ് അവർക്ക് ക്യാമറയിൽ കാണുമ്പോൾ ഇനീഷ്യൽ മൂവീസിലൊക്കെ അവർക്ക് ഹാപ്പി ആയിരിക്കും. പിന്നെ അവർക്ക് ഭയങ്കരമായിട്ട് ഒരു അപഹർഷതാ ബോധം വരും. കാരണം എൻ്റെ മുഖ് കുറച്ചും കൂടി ഹൈലൈറ്റഡ് ആവണം, കുറച്ചും കൂടി ഷാർപ്പ് ഫീച്ചേഴ്സ് വേണം. അത് നമുക്ക് വളരെ കസ്റ്റമൈസ്ഡ് ആയിട്ട് അവരുടെ മുഖത്തിന് ചേർന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ട് ലോക്കൽ അനസ്തേഷ്യയിൽ ചെയ്യാം. ബോധം കെടുത്തൊന്നും വേണ്ട. ഒരു 3 മണിക്കൂർ നേരത്തെ പ്രൊസീജിയർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി മൂക്കായിട്ട് വരും. സോ കൂടുതലും ഫീമെയിൽ സൂപ്പർ സ്റ്റാർസ് അല്ലെങ്കിൽ ഹീറോയിൻസ് വരുന്നത് ഈ പറയുന്ന റൈനോപ്ലാസ്റ്റി പ്രൊസീജിയറിലാണ്. കുറച്ചൊക്കെ പേര് വരുന്നത് ബക്കൽ ഫാറ്റ് റിമൂവലിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ കവളിന്റെ വണ്ണം, നമ്മളുടെ മലയാളികൾക്ക് പൊതുവേ ഉള്ളതാണ് കവള്. ഇപ്പൊ സൂര്യയുടെ ഏറ്റവും വലിയ ഭംഗി എന്ന് പറയുന്നത് സൂര്യയുടെ കവിളാണ്. പക്ഷെ ചിലവർക്ക് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരമൊക്കെ മെലിഞ്ഞിട്ടുണ്ടാവും, പക്ഷെ മുഖത്തിനൊരു വണ്ണം ഉണ്ടാവും. അപ്പൊ ആ കവിള് ഒന്ന് ഒതുങ്ങി ആ ചിസിൽഡ് ലുക്ക് വരാൻ വേണ്ടിയിട്ട് ഈ ബക്കൽ ഫാറ്റ് റിമൂവൽ ചെയ്യാൻ വേണ്ടിയിട്ടും ഇവര് കൂടുതൽ വരാറുണ്ട്. മലയാളത്തിൽ റൈനോപ്ലാസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ മൂക്കിന്റെ സൗന്ദര്യം മാറ്റി, അതായത് മൂക്കിനെ സർജറി ചെയ്ത് ഭയങ്കരമായി സൗന്ദര്യം വന്നൊരു നടനാണ് ദുൽഖർ സൽമാൻ. അപ്പോൾ മലയാള സിനിമയിൽ റൈനോപ്ലാസ്റ്റി ചെയ്ത കുറച്ച് നടിമാരുടെ പേര് പറയാൻ പറഞ്ഞ ആരായിരിക്കും? ഞാൻ വിവാദങ്ങൾക്കൊന്നുമില്ല. പക്ഷേ ഇപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഗൂഗിളിനോട് ചോദിക്കാം, ഗൂഗിളെ ഒന്ന് ഈ പ്രീ ആൻഡ് പോസ്റ്റ് കാണിക്കുക, അല്ലെങ്കിൽ പഴയ ഫോട്ടോയും പുതിയ ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കാണുന്ന ഒരു പിടി ആൾക്കാരും മൂക്കിന്റെ റൈനോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്. അത് എവിടുന്നല്ലാന്നോ ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒട്ടുമിക്കവർക്കും റൈനോപ്ലാസ്റ്റി പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട്. അത് സിനിമാ നടിമാരാവട്ടെ, മീഡിയ ഫീൽഡിലുള്ളവരാവട്ടെ, ഈ ടെലി ഷോസിലൊക്കെ ഉള്ളവരാവട്ടെ, പിന്നെ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ്, ഇവരൊക്കെ ചെയ്യുന്നു. എന്നാലും ഒരു 1 2 3 പറയാൻ പറഞ്ഞാൽ എന്തായാലും ഞാൻ പറയില്ല. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ചോദിച്ചാൽ ഞാൻ വേണമെങ്കിൽ yes or no എന്ന് പറയാം. പക്ഷെ അല്ലാതെ ഞാനായിട്ട് പേര് പറയുന്നില്ല. കാരണം ഒരുപാട് പേര് ചെയ്യുന്നുണ്ട്, ഒരു പിടി പേര് ചെയ്യുന്നുണ്ട്. ദ നമ്പേഴ്സ് ആർ റിയലി ഹൈ. അതോ പിന്നെ വേറൊന്നും ഞാൻ പറയാം, ഇത് ഈ സിനിമാ നടന്മാരും സിനിമാ നടികളും മാത്രമല്ലേ സാധാരണക്കാരും റൈനോപ്ലാസ്റ്റി ചെയ്യുന്നത്? അതോ ഒരു സാധാരണ പ്രൊഫൈലുള്ളവർ പോലും അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് ഇപ്പൊ റൈനോപ്ലാസ്റ്റി ചെയ്യുന്നുണ്ട്. അത് വലിയ ജോലി വേണമെന്നില്ല. എൻ്റെ അടുത്ത് എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പെട്ടിക്കടക്കാരൻ 55 വയസ്സിൽ വന്നിട്ട് റൈനോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്. 55 വയസ്സ്. ആഗ്രഹം അതാണല്ലോ. ആഗ്രഹം ചിലപ്പോ ചെറുപ്പത്തിലെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുവരുന്ന ആഗ്രഹമായിരിക്കാം അല്ലേ? 45 വയസ്സുള്ള സ്ത്രീകൾ ചെയ്യുന്നുണ്ട്. ഇവരൊന്നും നമ്മൾക്ക് ഒരിക്കലും അവര് ഒരു ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു വ്യക്തികളാവണമെന്നില്ല, സിനിമയിലോ ഒന്നിലും അല്ല. സെൽഫ് സാറ്റിസ്ഫാക്ഷൻ, ഹാപ്പിനെസ്. അവർക്കൊരു സാമ്പത്തികമായ ഒരു ഭദ്രത വന്നു. അപ്പൊ അവരുടെ പഴയ ഇൻസെക്യൂരിറ്റീസുകളൊക്കെ അവർ കറക്റ്റ് ചെയ്യുന്നു. മാജിക്. ഇപ്പൊ സിനിമാ നടന്മാര് മാത്രല്ല, മീഡിയയിലുള്ള ആളുകളും പൊളിറ്റീഷ്യൻസും ഒക്കെ ഫേസ് സർജറീസ് ഒക്കെ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പൊ ഏറ്റവും കൂടുതൽ റീസെൻ്റായി സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയ 2 ഫോട്ടോസ് ഉണ്ട്. അത് ഇപ്പോഴത്തെ നിലവിലെ പാലക്കാട് MLA ആയിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോട്ടോസാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പഴയ ഫോട്ടോ
കുറച്ച് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുഖം ഭയങ്കര ഡള്ളായിരുന്നു, കുറച്ച് ബ്രൗണിഷ് ആയിരുന്നു, ഹെയറിൽ എന്തൊക്കെയോ ഒരു മാറ്റങ്ങളുണ്ട്, ഭയങ്കര സ്ലിം ആയിരുന്നു. പക്ഷേ ഓവർ എ പീരീഡ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫേസ് ഭയങ്കര ബ്രൈറ്റായി, അദ്ദേഹത്തിൻ്റെ ഹെയറിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്നു. അപ്പോൾ ശരിക്കും കുറേ പേര് അതിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ട്രാൻസ്ഫോർമേഷൻ നടക്കുമോ, ഇയാൾ എന്തൊക്കെയാണ് ട്രാൻസ്ഫോർമേഷൻ ചെയ്തത് എന്നുള്ള ഒരുപാട് കമൻസ് വരുന്നുണ്ട്. അപ്പോൾ എന്തൊക്കെയായിരിക്കും രാഹുൽ ചെയ്തിട്ടുണ്ടാവുന്ന സർജറീസ്? എന്റെ വിവാദങ്ങളിലോട്ട് എന്തായാലും നീ വലിച്ചിറക്കും തോന്നുന്നു. ഞാൻ പറയാം, രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാറ്റങ്ങളിൽ ഒരു ഘടകം എന്ന് പറയുന്നത്, ഒരു പുരുഷൻ അവന്റെ 18കളിലും 20കളിലും ഉള്ളതിനെയും കാട്ടിയും ഏറ്റവും സൗന്ദര്യം വെക്കുക എന്ന് പറയുന്നത് അവന്റെ 27 കഴിഞ്ഞാണ് പുരുഷന്റെ സൗന്ദര്യം തുടങ്ങുന്നത് തന്നെ. ഓക്കെ. വളരെയധികം ഭംഗി വെക്കാൻ തുടങ്ങും. ആ ഒരു മാറ്റം ഡെഫിനറ്റ്ലി ഉണ്ട്, ഒന്ന്. രണ്ടാമത് ലൈഫ് സ്റ്റൈലിന്റെ മാറ്റം, അതായത് ഒരു താഴേക്കിടയിൽ നിന്ന് ഒരു വലിയ നേതാവായി ലൈഫ് സ്റ്റൈൽ മാറി, അതിൻ്റെതായ ഒരു മാറ്റങ്ങൾ എന്തായാലും ഉണ്ട്, രണ്ട്. ഓക്കെ. മൂന്നാമത് മുടിയുടെ കാര്യം എടുക്കണമെങ്കിൽ നിർബന്ധമായിട്ടും എനിക്ക് തോന്നുന്നു രാഹുൽ മാങ്കൂട്ടം ഒരു ഹെയർ ട്രാൻസ്പ്ലാന്റ് സർജറി ചെയ്തിരിക്കാം എന്നുള്ളതാണ്. ഓക്കെ. ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, ആ. കാരണം ഞാൻ അത്രമാത്രം ഒബ്സർവ് ചെയ്തിട്ട്, ഇപ്പൊ സൂര്യ ചോദിച്ചതിന്റെ ഭാഗമായിട്ട് ഞാൻ ഉത്തരം പറയുന്നതാണ്, കാരണം എനിക്ക് എന്റെ ചിത്രത്തിലുണ്ട് ആ രണ്ട് ഇമേജസും. അപ്പൊ ഹെയർ ട്രാൻസ്പ്ലാന്റ് ചെയ്തതിന്റെ ഭാഗമായിട്ട് മുടിക്ക് ഒരു തിക്നെസ്സും വോളിയം കൂടാം, ഒന്ന്. രണ്ടാമത് ഹെയർ വളരാനുള്ള ട്രീറ്റ്മെന്റ്സ്, നല്ല നല്ല ട്രീറ്റ്മെന്റ്സുകൾ ഉണ്ടല്ലോ ഇപ്പോഴും, PRP ഇഞ്ചക്ഷൻസ്, അതേപോലെ GFC ഇഞ്ചക്ഷൻസ്, ഇതൊക്കെ ചെയ്തിട്ട് ഇരിക്കാം. കാരണം ലൈഫ് സ്റ്റൈൽ നന്നാവുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇതൊക്കെ ചെയ്യും, ചിലവരൊക്കെ, എല്ലാവരും, ഒട്ടുമിക്കവരും ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മൾട്ടിപ്പിൾ സെഷൻസിന്റെ ഭാഗമായിട്ട് ആ ഒരു ഹെയറിന്റെ വോളിയം കൂടിയിട്ടുണ്ട്. പിന്നെ നല്ല സ്കിൻ കെയർ തുടങ്ങിയിട്ടുണ്ടാവും, നല്ല ഭക്ഷണങ്ങൾ കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ടാവും. അപ്പൊ നല്ല സ്കിൻ കെയർ തുടങ്ങിക്കഴിഞ്ഞാൽ ഏത് വ്യക്തിയും ഭംഗി വെക്കും. അതായത് പ്രത്യേകിച്ച് പുരുഷന്മാരുടെ കേസ് എടുക്കുകയാണെങ്കിൽ, പുരുഷന്മാർ സത്യത്തിൽ ഒന്നും ചെയ്യാത്തവരാണ് ഇല്ല, നോർമലി. അപ്പൊ ഈ ഒന്നും ചെയ്യാത്തവർ ഒരു മിനിമം എഫേർട്ട്, അതായത് ഒരു സൺസ്ക്രീൻ ഉപയോഗിച്ച് തുടങ്ങി, അല്ലെങ്കിൽ ഒരു സിറം ഉപയോഗിച്ച് തുടങ്ങി എന്ന് നോക്കിക്കോ, ആ ഒരു പുരുഷൻ ഉണ്ടാവുന്ന മാറ്റം എന്ന് വെച്ചാൽ ഒരു സ്ത്രീ 10 കൊല്ലം ചെയ്യുന്നതിനെയും കാട്ടി മാറ്റമായിരിക്കും ഒരു പുരുഷൻ. കാരണം പുരുഷന്റെ എന്തോ ദൈവം കനിഞ്ഞു നൽകിയതാണ് ഈ പുരുഷൻ ഒരു പെട്ടെന്നുള്ള ഒരു മാറ്റം വരാം. സ്ത്രീകൾക്ക് ഒരുപാട് ഹോർമോണൽ ചേഞ്ചസ് വരുന്നുണ്ട് പാവങ്ങൾക്ക്, പക്ഷെ പുരുഷൻ അങ്ങനെയൊന്നുമല്ല. അപ്പൊ ചെറിയൊരു മിനിമൽ എഫേർട്ട് എടുത്താൽ തന്നെ പുരുഷൻ നല്ല സൗന്ദര്യം വെക്കും. അപ്പൊ അതൊക്കെ കൂടിയിട്ടുള്ള ഒരു എന്താണ് ഒരു മാറ്റമായിരിക്കും രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായിട്ടുണ്ടാവുക.